വെൽക്കം ടു ബിടെക് BDC. നമ്മൾ മൈക്രോ പ്രോസസർ 8085ന്റെ ഇൻസ്ട്രക്ഷൻ സെറ്റ്സിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ തന്നെ 5 കാറ്റഗറീസ് ആണ് ഉള്ളതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ആദ്യത്തെ 2 കാറ്റഗറീസ് അല്ലെങ്കിൽ ആദ്യത്തെ 2 ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻസ്ട്രക്ഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഡേറ്റ ട്രാൻസ്ഫർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസും അതേപോലെ അരിത്തമെറ്റിക് ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസും ആണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിന്റെ ബാലൻസ് ആയിട്ട് വരുന്ന മൂന്നാമത്തെ ടൈപ്പ് ഇൻസ്ട്രക്ഷൻ സെറ്റ്സ് ആണ്. അതിന്റെ പേരെന്ന് പറയുന്നത് ലോജിക്കൽ ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്. ലോജിക്കൽ ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്. ഓക്കെ, അപ്പോ പേര് പോലെ നമുക്കറിയാം ലോജിക്കൽ ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ എന്ത് ആയിരിക്കും യൂസ് ചെയ്യുന്നത്? ഓർ ഓപ്പറേഷൻ, അതായത് ലോജിക്കൽ ഓപ്പറേഷൻസ്, ഓർ ഓപ്പറേഷൻസ് വെച്ചിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും. അതേപോലെ ആൻഡ് ഓപ്പറേഷൻസ് വെച്ചിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും. അതേപോലെ എക്സോർ വെച്ചിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും. പിന്നീട് വരുന്നത് കമ്പയർ ചെയ്യുക. കമ്പയർ, നമ്മൾ ഏതെങ്കിലും 2 ഡേറ്റാസിനെയോ തമ്മിൽ കമ്പയർ ചെയ്യുക, അതേപോലെ റൊട്ടേറ്റ് ചെയ്യുക, കോംപ്ലിമെന്റ് ചെയ്യുക, അങ്ങനെയുള്ള കുറച്ച് ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെ പറ്റിയിട്ടാണ് ഇൻസ്ട്രക്ഷൻസ് ആണ് ഈ ലോജിക്കൽ ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസിന്റെ അണ്ടറിൽ വരുന്നത്. അപ്പൊ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് വരുന്ന ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ORAR എന്ന് പറഞ്ഞാൽ നമ്മുടെ R എന്ന് പറയുന്ന രജിസ്റ്ററിലുള്ള കണ്ടന്റിനെ നമ്മൾ അക്യൂമുലേറ്ററിലുള്ള കണ്ടന്റുമായിട്ട് ഓർ ഓപ്പറേഷൻ ചെയ്യുന്നു. എന്നിട്ട് അതിന്റെ റിസൾട്ടിനെ നമ്മൾ എവിടെ സ്റ്റോർ ചെയ്യുന്നു? അക്യൂമുലേറ്ററിനകത്ത് സ്റ്റോർ ചെയ്യുന്നു. അതായത് ORAR എന്ന് പറഞ്ഞാൽ ആറിലെ കണ്ടന്റിനെ, അതായത് R എന്ന് പറയുന്ന രജിസ്റ്ററിനകത്തുള്ള കണ്ടന്റിനെ നമ്മൾ എന്ത് ഓപ്പറേഷൻ ആണ് ചെയ്യുന്നത്? ഓർ ഓപ്പറേഷൻ ചെയ്യുന്നു. എവിടെ വെച്ചിട്ടാണ്? അക്യൂമുലേറ്ററിലെ കണ്ടന്റുമായിട്ട് ഓർ ഓപ്പറേഷൻ ചെയ്തിട്ട് അതിന്റെ ഔട്ട്പുട്ട് എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്? അക്യൂമുലേറ്റർ തന്നെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നു. അതാണ് ORAR. അടുത്തതെന്ന് പറഞ്ഞാൽ ORAM. അതായത് എം എന്ന് പറയുന്നത് മെമ്മറി ആണെന്ന് നമുക്കറിയാം. അതായത് HL പെയറിലുള്ള അല്ലെങ്കിൽ മെമ്മറിയിലുള്ള ഡേറ്റയിനെ നമ്മൾ അക്യൂമുലേറ്ററുമായിട്ടുള്ള കണ്ടന്റ് വെച്ചിട്ട് ഓർ ഓപ്പറേഷൻ ചെയ്യുന്നു. എന്നതിന് ശേഷം അക്യൂമുലേറ്ററിൽ തന്നെ അതിന്റെ ഔട്ട്പുട്ട് സ്റ്റോർ ചെയ്യുന്നു. അതായത് മെമ്മറിയിലുള്ള കണ്ടന്റ് ഓർ വിത്ത് അക്യൂമുലേറ്റർ കണ്ടന്റ് ആൻഡ് റിസൾട്ട് ഈസ് സ്റ്റോർഡ് ഇൻ ദി അക്യൂമുലേറ്റർ ഇറ്റ്സെൽഫ്. നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ORI ഡേറ്റ. നമുക്കിവിടെ ഡേറ്റ തന്നിട്ടുണ്ട്, അതായത് ഇമ്മീഡിയറ്റ് ഡേറ്റ ആണ് തന്നിരിക്കുന്നത്. ആ ഇമ്മീഡിയറ്റ് ഡേറ്റയിനെ ആണ് നമ്മൾ എന്തിൽ വെച്ചിട്ട് ഓർ ഓപ്പറേഷൻ ചെയ്യുന്നത്? അക്യൂമുലേറ്റർ ആയിട്ടുള്ള കണ്ടന്റ് വെച്ച് ഓർ ഓപ്പറേഷൻ ചെയ്തിട്ട് അക്യൂമുലേറ്ററിനകത്ത് അതിന്റെ ഔട്ട്പുട്ട് സ്റ്റോർ ചെയ്യുന്നു. നെക്സ്റ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് XRA എന്ന് പറഞ്ഞാൽ എന്താണ്? R എന്ന് പറയുന്ന രജിസ്റ്ററിനകത്തുള്ള കണ്ടന്റിനെ നമ്മൾ എക്സോർ ചെയ്യുന്നു. എന്തുമായിട്ട്? അക്യൂമുലേറ്ററുമായിട്ടുള്ള കണ്ടന്റുമായിട്ട്. അതായത് R-നെ നമ്മൾ എക്സോർ ചെയ്യുന്നു വിത്ത് the content of the accumulator and it is stored in the accumulator. Okay, next instruction എന്ന് പറയുന്നത് XRI ഡേറ്റ. അതിന്റെ മീനിങ് എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ ഇമ്മീഡിയറ്റ് ഡേറ്റയെ നമ്മൾ അക്യൂമുലേറ്ററിലെ കണ്ടന്റുമായിട്ട് എക്സോർ ചെയ്തതിന് ശേഷം അതിന്റെ ഔട്ട്പുട്ട് അക്യൂമുലേറ്ററിനകത്ത് സ്റ്റോർ ചെയ്യുന്നു. നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ANAR എന്ന് പറഞ്ഞാൽ ANൽ വെച്ച് നമ്മൾ അറിയാതെ ആൻഡ് ഓപ്പറേഷൻ ആണെന്നല്ലേ. അതായത് R എന്ന് പറയുന്ന രജിസ്റ്ററിൽ ഇരിക്കുന്ന കണ്ടന്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആൻഡ് ഓപ്പറേഷൻ ചെയ്യുന്നു. എന്തുമായിട്ട്? അക്യൂമുലേറ്ററിലെ കണ്ടന്റുമായിട്ട്. അതിനുശേഷം അതിന്റെ ഔട്ട്പുട്ട് അക്യൂമുലേറ്ററിനകത്ത് നമ്മൾ സ്റ്റോർ ചെയ്യുന്നു. അതാണ് ANAR കൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്നത് ANAM. അതായത് സിമ്പിൾ ആണ്. മെമ്മറിയിലുള്ള ഡേറ്റനെ നമ്മൾ ആൻഡ് ഓപ്പറേഷൻ ചെയ്യുന്നു. എന്തുമായിട്ട്? അക്യൂമുലേറ്ററിലുള്ള ഡേറ്റയുമായിട്ട്. അതിനുശേഷം അക്യൂമുലേറ്ററിനകത്ത് തന്നെ അതിന്റെ ഔട്ട്പുട്ട് സ്റ്റോർ ചെയ്യുന്നു. ദെൻ
എ എൻ എ ആറും എമ്മും കഴിഞ്ഞാൽ പിന്നെ എന്താ ഉള്ളത്? എ എൻ ഐ ഡേറ്റ. ശ്രദ്ധിച്ച് പഠിച്ചാൽ മാത്രം മതി. ഇവിടെ ഇപ്പൊ ഒ ആർ എ, ഒ ആർ എ എം, ഒ ആർ ഐ ഡേറ്റ, അതേപോലെ എ എൻ എ ആർ, എ എൻ എ എം, എ എൻ ഐ ഡേറ്റ. അതായത് നമ്മൾക്ക് തന്നിരിക്കുന്ന ഇമ്മീഡിയറ്റ് ഡേറ്റയെ നമ്മൾ ആൻഡ് ഓപ്പറേഷൻ ചെയ്യുന്നു വിത്ത് ദ കണ്ടന്റ് ഓഫ് ദി അക്യൂമുലേറ്റർ ആൻഡ് ദ റിസൾട്ട് ഈസ് സ്റ്റോർഡ് ഇൻ ദി അക്യൂമുലേറ്റർ ഇറ്റ്സെൽഫ്. അപ്പൊ ഇതോടുകൂടി നമ്മളുടെ ഓർ ഓപ്പറേഷനും എക്സോർ ഓപ്പറേഷനും അതേപോലെ ആൻഡ് ഓപ്പറേഷനും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്ത് അടുത്ത ചെയ്യാൻ പോകുന്നത് കമ്പയർ ചെയ്യാണ്. കമ്പയർ ഒരുപാട് ആപ്ലിക്കേഷൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രക്ഷൻ ആണ് കമ്പയർ എന്ന് പറയുന്നത്. ഓക്കെ, CMP, കമ്പയർ ആർ, CMP-R. ഈ CMP-R എന്ന് പറഞ്ഞാൽ ഒരു കമ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ഒരു സ്ഥലത്തിരിക്കുന്ന ഡേറ്റയെ മറ്റൊരു സ്ഥലത്തിരിക്കുന്ന ഡേറ്റേനായിട്ട് കമ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് അവിടെ സബ്ട്രാക്ഷൻ നടക്കുക എന്നാണ്. അതായത് ദ കണ്ടന്റ് ഓഫ് ദ സ്പെസിഫൈഡ് രജിസ്റ്റർ ഈസ് സബ്ട്രാക്റ്റഡ് ഫ്രം ദി അക്യൂമുലേറ്റർ. പക്ഷെ എന്ത് സംഭവിക്കും? അക്യൂമുലേറ്ററിനകത്തിരിക്കുന്ന കണ്ടന്റിന് ഒരു ചേഞ്ചും വരത്തില്ല. പകരം എന്താണ് ഇതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്? എന്തായിട്ടാണ് എടുക്കുന്നത്? ആ സ്റ്റാറ്റസ് ഫ്ലാഗുകളാണ് ഈ സബ്ട്രാക്ഷന്റെ റിസൾട്ട് ആയിട്ട് സെറ്റ് ചെയ്യുന്നത്. അതാണ് ഈ കമ്പയറും സബ്ട്രാക്ഷനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ. സബ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു രജിസ്റ്ററിൽ ഇരിക്കുന്ന കണ്ടന്റിനെ അക്യൂമുലേറ്ററുമായിട്ടിരിക്കുന്ന കണ്ടന്റുമായിട്ട് സബ്ട്രാക്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും? അതിന്റെ ഔട്ട്പുട്ടിനാണ് നമ്മൾ അക്യൂമുലേറ്ററിനകത്ത് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ ഇരിക്കുന്ന അക്യൂമുലേറ്ററിലെ കണ്ടന്റിന് അവിടെ വ്യത്യാസം വരുന്നുണ്ട്. പക്ഷെ ഇവിടെ കമ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ, ഇപ്പൊ കമ്പയർ ആറെന്ന് പറഞ്ഞാല് ആറെന്ന് പറഞ്ഞ രജിസ്റ്ററിൽ ഇരിക്കുന്ന ഒരു കണ്ടന്റ്, ആ കണ്ടന്റ് ഏതാണോ ആ കണ്ടന്റ്, അത് അക്യൂമുലേറ്ററിൽ ഇരിക്കുന്ന കണ്ടന്റുമായിട്ട് നമ്മൾ സബ്ട്രാക്ട് ചെയ്യും. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ അതിനൊരു ഔട്ട്പുട്ട് കിട്ടുമല്ലോ. ആ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണോ അത് ഒരിക്കലും അക്യൂമുലേറ്ററിനകത്ത് സ്റ്റോർ ആവത്തില്ല. അക്യൂമുലേറ്ററിനകത്തിരിക്കുന്ന ഡേറ്റ ഒരിക്കലും ചേഞ്ച് ആവത്തില്ല. പകരം എന്ത് സംഭവിക്കുന്നു? ഇതിന്റെ റിസൾട്ട് അനുസരിച്ചിട്ട് സ്റ്റാറ്റസ് ഫ്ലാഗുകൾ സെറ്റ് ആവും. അതാണ് കമ്പയർ ആർ എന്ന് പറയുന്നത്. ദ കണ്ടന്റ് ഓഫ് ദ സ്പെസിഫൈഡ് data is subtracted, or specified register is subtracted from the accumulator, but the accumulator content remains unchanged, and the status flags are set as a result of the subtraction. അപ്പോൾ കമ്പയർ ആർ എന്ന് പറയുന്നത് അക്യൂമുലേറ്ററിൽ ഇരിക്കുന്ന കണ്ടന്റ് മൈനസ് എന്താണ്? രജിസ്റ്ററിൽ ഇരിക്കുന്ന കണ്ടന്റ് ആണ്. പക്ഷേ ഇതിന്റെ ആ റിസൾട്ട് എന്തായിരിക്കും? സ്റ്റാറ്റസ് ഫ്ലാഗ് സെറ്റ് ആവും. സ്റ്റാറ്റസ് ഫ്ലാഗ് 5 ടൈപ്പ് സ്റ്റാറ്റസ് ഫ്ലാഗ്സ് ആണ് ഉള്ളത്. അതിന്റെ ഔട്ട്പുട്ട് അനുസരിച്ചിട്ട് ഏതാണോ അത് സെറ്റ് ആവും. അതാണ് കമ്പയർ ആർ. ഇനി ഇതേപോലെ തന്നെയാണ് അടുത്തത് CMP-M. ഇവിടെ എന്താണ് വ്യത്യാസം? രജിസ്റ്ററിലുള്ള കണ്ടന്റ് പകരം എന്താണ്? മെമ്മറിയിലുള്ള കണ്ടന്റ് ആണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ വ്യത്യാസം. അതായത് the content of the memory location pointed by this HL pair is subtracted from the accumulator and the result is discarded. അതിന്റെ റിസൾട്ട് എന്താണോ അത് അങ്ങ് ഡിസ്കാർഡ് ചെയ്യും. പകരം എന്ത് സെറ്റ് ചെയ്യും? സ്റ്റാറ്റസ് ഫ്ലാഗ്സ് സെറ്റ് ചെയ്യും. അതായത് അക്യൂമുലേറ്ററിലുള്ള കണ്ടന്റ് മൈനസ് HL പെയറിലുള്ള കണ്ടന്റ്, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? സ്റ്റാറ്റസ് ഫ്ലാഗ് സെറ്റ് ചെയ്യും. അതാണ് നമ്മളുടെ കമ്പയർ ഓപ്പറേഷൻ എന്ന് പറയുന്നത്, CMP-R-ഉം CMP-M-ഉം. ഇനി ഇതിനകത്ത് വരുന്ന ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ, നെക്സ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ RLC എന്ന് പറഞ്ഞാൽ റൊട്ടേറ്റ് ലെഫ്റ്റ്. ഓക്കെ, റൊട്ടേറ്റ് ലെഫ്റ്റ് ആണ് ഈ RLC എന്ന് പറയുന്നത്. കണ്ടന്റ് ഓഫ് ദി അക്യൂമുലേറ്റർ ഈസ് റൊട്ടേറ്റഡ് ലെഫ്റ്റ് ബൈ 1 പൊസിഷൻ. അതായത് content of accumulator is rotated to left by 1 position. ഇനി നെക്സ്റ്റ് എന്താണ്? RRC. ഇപ്പൊ RLC ലെഫ്റ്റ് ആണെങ്കിൽ RRC എന്തായിരിക്കും? റൈറ്റ് ആയിരിക്കും അല്ലെ? അതായത് കണ്ടന്റ് ഓഫ് ദി അക്യൂമുലേറ്റർ ഇസ് റൊട്ടേറ്റഡ് ടു റൈറ്റ് ബൈ 1 പൊസിഷൻ. അതായത് കണ്ടന്റ് ഓഫ് അക്യൂമുലേറ്റർ. ഇപ്പൊ കണ്ടന്റ് ഓഫ് അക്യൂമുലേറ്റർ നമുക്ക് നീട്ടി വലിച്ചു എഴുതേണ്ട ആവശ്യമില്ല. RLC എന്ന് പറഞ്ഞാൽ അക്യൂമുലേറ്ററിന്റെ കണ്ടന്റ് എങ്ങോട്ട് പോകുന്നു? റൊട്ടേറ്റ് ടു ലെഫ്റ്റ്. ഇവിടെ ആവുമ്പോ എന്താണ്? കണ്ടന്റ് ഓഫ് ദി അക്യൂമുലേറ്റർ എന്താവും? റൊട്ടേറ്റ് ടു റൈറ്റ് ബൈ 1. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് RAL.
ആർ എ എൽ. ആർ എ എൽ എന്ന് പറഞ്ഞാൽ എന്താണ്? റൊട്ടേറ്റ് ദ അക്യൂമുലേറ്റഡ് കണ്ടന്റ് ടു ലെഫ്റ്റ് വിത്ത് ക്യാരി. നമ്മൾ ക്യാരി കൂടെ യൂസ് ചെയ്തിട്ടാണ് ലെഫ്റ്റിലേക്ക് നമ്മളുടെ അക്യൂമുലേറ്ററിന്റെ കണ്ടന്റിനെ റൊട്ടേറ്റ് ചെയ്യുന്നത്. റൊട്ടേറ്റ് ടു ലെഫ്റ്റ് വിത്ത് ക്യാരി. നേരത്തെ നമ്മൾ ക്യാരി യൂസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ക്യാരി ഡിസ്കാർഡ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ക്യാരി ഇൻക്ലൂഡ് ചെയ്യുന്നു. അടുത്തതെന്ന് പറഞ്ഞാൽ ആർ എ ആർ. ആർ എ എല്ലും ആർ എ ആറും. അവിടെ എന്താണ്? അക്യൂമുലേറ്ററിന്റെ കണ്ടന്റ് എന്താണ്? റൊട്ടേറ്റ് ടു റൈറ്റ് വിത്ത് ക്യാരി. ക്യാരിയൂടെ കൂട്ടിയിട്ട് നമ്മൾ അതിനെ റൈറ്റിലേക്ക് അക്യൂമുലേറ്ററിന്റെ കണ്ടന്റിനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇതെന്ന് പറഞ്ഞാൽ നോട്ട് ഓപ്പറേഷൻ ആണ്. നോട്ട് ഓപ്പറേഷൻ എന്താ? കോംപ്ലിമെന്റ് ചെയ്യുക. CMA. CMA എന്ന് പറഞ്ഞാൽ എന്താണ്? അക്യൂമുലേറ്ററിലെ കണ്ടന്റ് എന്ത് ചെയ്യും? കോംപ്ലിമെന്റ് ചെയ്യും. അക്യൂമുലേറ്ററിലെ കണ്ടന്റ് കോംപ്ലിമെന്റ് ചെയ്യും. എന്നിട്ട് തന്നെ എന്ത് ചെയ്യും? അക്യൂമുലേറ്ററിനകത്ത് തന്നെ സ്റ്റോർ ചെയ്യും. അതാണ് ഈ CMA എന്ന് പറയുന്നത്. നെക്സ്റ്റ് അടുത്തെന്ന് പറഞ്ഞാൽ CMC. CMC എന്ന് പറഞ്ഞാൽ ക്യാരി ഫ്ലാഗിനെ കോംപ്ലിമെന്റ് ചെയ്യുക. അതായത് ഇപ്പോൾ നമ്മളുടെ കയ്യിലിരിക്കുന്ന ക്യാരി ഫ്ലാഗ് ഇതാണെങ്കിൽ ഈ ക്യാരി ഫ്ലാഗിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? കോംപ്ലിമെന്റ് ചെയ്യുന്നു. ക്യാരി ഫ്ലാഗിനെ നമ്മൾ കോംപ്ലിമെന്റ് ചെയ്യുന്നു. ഓക്കെ, അതാണ് CMC എന്ന് പറയുന്നത്. ഇനി STC. STC എന്ന് പറഞ്ഞാൽ ക്യാരി ഫ്ലാഗ് 1 ആവുന്നതിനെയാണ് നമ്മൾ STC എന്ന് പറയുന്നത്. ക്യാരി ഫ്ലാഗ് ഈക്വൽ ടു 1 ആണ് STC. ഓക്കെ, ഇനി നേരത്തെ വിട്ടുപോയ ഒരെണ്ണം ഉണ്ടായിരുന്നു. അതെന്ന് പറയുന്നത് XRAM. നമ്മളിവിടെ XRAR എഴുതിയിട്ടുണ്ടായിരുന്നു, പക്ഷെ XRAM പറയാൻ വിട്ടുപോയി. അത് വേറൊന്നുമില്ല, മെമ്മറിയിലുള്ള കണ്ടന്റിനെ നമ്മൾ എക്സോർ ചെയ്യുന്നു വിത്ത് കണ്ടന്റ് ഓഫ് അക്യൂമുലേറ്റർ ആൻഡ് ഇറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ ദി അക്യൂമുലേറ്റർ ഇറ്റ്സെൽഫ്. അതാണ് XRAM എന്ന് പറയുന്നത്. ഇനി ഇതിനകത്തുള്ള നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് CPI ഡേറ്റ. CPI ഡേറ്റ. CPI ഡേറ്റ എന്ന് വെച്ചാൽ CPI ഡേറ്റ എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് ഡേറ്റ ആണ് അല്ലെ. ആ ഇമ്മീഡിയറ്റ് ഡേറ്റയെ നമ്മൾ എന്ത് ചെയ്യുന്നു? കമ്പയർ ചെയ്യുന്നു വിത്ത് ദി ഡേറ്റ ഓഫ് ദി അക്യൂമുലേറ്റർ. കമ്പയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? സബ്ട്രാക്ട് ചെയ്യുക. അതായത് അക്യൂമുലേറ്ററിലെ കണ്ടന്റിനെ നിന്ന് നമ്മൾ നമ്മളുടെ ഇമ്മീഡിയറ്റ് ഡേറ്റ സബ്ട്രാക്ട് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അതിന്റെ റിസൾട്ട് അങ്ങ് ഡിസ്കാർഡ് ചെയ്യും. ഡിസ്കാർഡ് ചെയ്തിട്ട് അവിടെ എന്ത് സംഭവിക്കും? നമ്മുടെ സ്റ്റാറ്റസ് ഫ്ലാഗ് സെറ്റ് ചെയ്യും. ഓക്കെ, ഇത്രയാണ് നമ്മളുടെ ലോജിക്കൽ ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഈ ലോജിക്കൽ ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് വെച്ചിട്ട് നോർമലി നമ്മൾ ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതായത് നമ്മൾ ലാബിലാണെങ്കിലും അതല്ല നമ്മളുടെ യൂണിവേഴ്സിറ്റി എക്സാമിനാണെങ്കിലും ചോദിക്കാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതെന്ന് പറയുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വൺസ് ഒരു എന്താ ഫൈൻഡ് ദി നമ്പർ ഓഫ് വൺസ് ഇൻ എ 16-bit നമ്പർ സ്റ്റോർഡ് ഇൻ എ മെമ്മറി. ഒരു മെമ്മറിയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഏത് മെമ്മറി വേണേലും നമുക്ക് ചൂസ് ചെയ്യാം. ഒരു മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത 16-bit നമ്പറിൽ എത്ര വൺസ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ലോജിക്കൽ ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് നമ്മൾ യൂസ് ചെയ്യും. അതേപോലെ ഒരു അറേയിൽ എത്ര നമ്പർ ഓഫ് നെഗറ്റീവ് നമ്പേഴ്സ് ഉണ്ട്? നമ്പർ ഓഫ് നെഗറ്റീവ് നമ്പേഴ്സ് ഇൻ എ അറേ. ഇതൊക്കെ നമ്മൾ എന്ത് വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുന്നത്? കമ്പയർ ഓപ്പറേഷനും ഒക്കെ ചെയ്തു വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇൻക്രിമെന്റ് ഡിക്രിമെന്റ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് അങ്ങനെയുള്ള കുറച്ച്. അതേപോലെ ലാർജസ്റ്റ് നമ്പർ ഓഫ് ആൻ അറേ, ലാർജസ്റ്റ് നമ്പർ ഇൻ ആൻ അറേ, ലാർജസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് നമ്പർ ഇൻ ആൻ അറേ, അതേപോലെ സ്മോളസ്റ്റ് നമ്പർ. അങ്ങനെയുള്ള കുറച്ച് ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ആണ് അല്ലെങ്കിൽ പ്രോഗ്രാംസ് ആണ് നോർമലി നമ്മൾ ചോദിച്ചു കണ്ടിട്ടുള്ളത്. അതേപോലെ അസെൻഡിങ് ഓർഡറിലും ഡിസെൻഡിങ് ഓർഡറും ഒക്കെ വരുന്നതും ഇങ്ങനെയുള്ള ലോജിക്കൽ ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസിന്റെ അണ്ടറിൽ ചോദിക്കുന്നതാണ്. അസെൻഡിങ്ങും ഡിസെൻഡിങ്ങും കേട്ടോ. ഒരു അറയിലുള്ള നമ്പേഴ്സിനെ അസെൻഡിങ് ഓർഡറിലും ഡിസെൻഡിങ് ഓർഡറിലും ചെയ്യാൻ പറയുന്നതൊക്കെ ലോജിക്കൽ ഗ്രൂപ്പിൽ ആ കാറ്റഗറിയിൽ വരുന്ന പ്രോഗ്രാംസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ലോജിക്കൽ ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 3 ക്ലാസിഫിക്കേഷൻ ആണ് ഇതുവരെ പഠിച്ചിട്ടുള്ളത്. അതിൽ ഏതൊക്കെയാണ്? ഫസ്റ്റ് പഠിച്ചത് ഡേറ്റ ട്രാൻസ്ഫർ ഗ്രൂപ്പ് ആയിരുന്നു. സെക്കൻഡ് പഠിച്ചത് അരിത്തമെറ്റിക്കൽ ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആയിരുന്നു. തേർഡ് പഠിച്ചത് ലോജിക്കൽ ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ്. ഓക്കെ,